ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പിയാണ്. നല്ല നാടൻ ടേസ്റ്റിലുണ്ടാക്കിയ ഇടിച്ചക്ക തോരൻ. അപ്പോൾ അതാ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇടിച്ചക്ക പറിച്ചെടുക്കാം. അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു ചെറിയ പ്ലാവാണ്. അതിൻ്റെ അകത്ത് നിറയെ ചക്കകൾ വിരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇടിച്ചക്ക പരുവത്തിലുള്ള ചക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സൈസിൽ മതിയാകും. ഒത്തിരി മൂത്തുപോയ ചക്ക എടുക്കരുത്, ചെറിയ ഇടിച്ചക്ക എടുക്കുക. ഞാനിപ്പോൾ ഇതാണ് കട്ട് ചെയ്യണത്. നമ്മുടെ ഇടിച്ചക്ക ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇടിച്ചക്ക കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ കത്തിയിലും അതേപോലെ തന്നെ കയ്യിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചക്കയുടെ പശ നമ്മുടെ കയ്യിലും കത്തിയിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് മുഴുവനായിട്ടൊന്നും എടുക്കണില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഇടിച്ചക്ക പകുതി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പശയൊക്കെ ഉണ്ടല്ലോ, അതൊരു ടിഷ്യൂ പേപ്പറോ അതുമല്ലെങ്കിൽ ചകിരിയോ അതുമല്ലെങ്കിൽ ഒരു ചെറിയ കമ്പോ വെച്ചിട്ട് എടുത്ത് കളയാം. ഒരു മുറി ഇടിച്ചക്ക ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും. എന്നിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തോരനുണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ഇടിച്ചക്കകൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് കട്ട് ചെയ്ത ഇടിച്ചക്കകളുടെ മുള്ളു ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. മുള്ളു ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇടിച്ചക്കയുടെ കൂഞ്ഞിലുണ്ടല്ലോ, അതൊന്നും കളയരുത്. അത് നമുക്ക് തോരന് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇടിച്ചക്കകളുടെ മുള്ളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി. ഇനി ഇത് വീണ്ടും ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേകാൻ എളുപ്പമായിരിക്കും. ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയാൽ മതി. ഞാൻ ദാ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ അതാ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമ്മുടെ ഇടിച്ചക്കകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കിത് കുക്കറിൽ വേവിക്കാം. കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്കകളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് നമ്മുടെ ഇടിച്ചക്ക വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇടിച്ചക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുക്കണത്. ഇപ്പം അതാ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇതാ നമ്മുടെ പാത്രം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അതാ നോക്കിയേ, നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. എനിക്കിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറണം. ആറിയിട്ട് നമുക്കിത് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയുടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. നമ്മുടെ തോരന് അത്യാവശ്യം തേങ്ങ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കണത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളകായാലും മതി. ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. അത്യാവശ്യം എരിവ് വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിവിടെ ഒരു 10-20 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിച്ചൊക്കെ വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അരപ്പിന് വേണ്ടിയ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 3 ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കണില്ല. ഇനി നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒത്തിരി അരഞ്ഞു പോകാതെ നമ്മൾ തോരനൊക്കെ ഒതുക്കി എടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ഒതുക്കി എടുക്കുക. ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി.
ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇടിച്ചക്കകളുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചെടുക്കണം. ഞാനിവിടെ ഇങ്ങനെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ചാണ് നമ്മുടെ ഇടിച്ചക്കയൊന്ന് ചതച്ചെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ബൗൾ യൂസ് ചെയ്തിട്ടും നമ്മുടെ ഇടിച്ചക്ക ചതച്ചെടുക്കാം. അതും അല്ലെങ്കിൽ കൈ വെച്ചിങ്ങനെ പ്രസ് ചെയ്താലും മതി, ഏതായാലും കുഴപ്പമില്ല. മിക്സി ബൗൾ യൂസ് ചെയ്യണമെങ്കിൽ ഒത്തിരി അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് 1-2 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുക. നമുക്ക് ഓരോരോ ഇടിച്ചക്കകൾ നമ്മുടെ ഇടിയനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കണ്ടോ, ഈ പരുവത്തിനൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്ത ഇടിച്ചക്കകൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയെല്ലാം ഇടിച്ചക്ക നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതാ നമ്മുടെ ഇടിച്ചക്കകളെല്ലാം ഇടിച്ചെടുത്തു. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഒന്ന് മൂപ്പിച്ചെടുക്കുക. കടുകിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ഇടിച്ചക്ക. കൂടെ തന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഇടിച്ചക്കയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, തീ കൂട്ടി കൊടുക്കരുത്. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഇടിച്ചക്കയുടെ സീസൺ ആണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.